ശ്രീ ഷിജു ഖാൻ, ഇപ്പോൾ CPIM-ന്റെ വിദ്യാർത്ഥി യുവജന സംഘടനകൾ ഈ വിഷയം വളരെ സജീവമായി ഏറ്റെടുത്തിരിക്കുകയാണ്. അല്പസമയം മുൻപ് ആയുർവേദ കോളേജിൽ ഉയർന്ന ഒരു ബാനർ ഹിറ്റ്ലർ തോറ്റു, മുസോളിനി തോറ്റു, എന്നിട്ടാണോ രാജേന്ദ്ര എന്നാണ്. ഇപ്പോൾ ഗവർണറെ പേരെടുത്ത് വിളിച്ചുകൊണ്ടുള്ള ഒരു സമര പ്രതിഷേധ രീതിയിലേക്ക് ഇടതുപക്ഷ സംഘടനകൾ കടക്കുകയാണ്. നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടുള്ള ഫേസ് ഓഫ് കണ്ടിട്ടുണ്ട്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അതിന് വേദിയായത് എങ്ങനെയാണെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട്. സമാനമായ വിധത്തിൽ രാജേന്ദ്ര ആർലേക്കറുമായി ഒരു ഏറ്റുമുട്ടലിലേക്ക് പോവുകയാണോ? ഭരണഘടനാ സ്ഥാപനങ്ങളുമായിട്ട് അതത് സംസ്ഥാന സർക്കാരുകളും അതോടൊപ്പം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുമെല്ലാം ഒരു സഹവർത്തിത്വത്തിൽ അധിഷ്ഠിതമായ സമീപനമാണ് മുന്നോട്ട് വയ്ക്കേണ്ടത്. എന്നാൽ അങ്ങനെ ഒരു സഹവർത്തിത്വം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളും മാത്രം വിചാരിച്ചാൽ സാധ്യമാകുന്നതല്ല. ഭരണഘടനാ സ്ഥാപനങ്ങളും ആ ഒരു ജനാധിപത്യ മര്യാദ പാലിക്കാൻ ബാധ്യസ്ഥമാണ്. ഇവിടെ ഗവർണറുടെ ഓഫീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ ഗൗരവതരമായ വീഴ്ചകളും അതോടൊപ്പം ഭരണഘടനാപരമല്ലാത്ത പെരുമാറ്റ രീതികളും കേരളം പോലെ ഒരു പ്രബുദ്ധമായ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടും. ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും അതോടൊപ്പം ബഹുമാന്യനായ കൃഷി വകുപ്പ് മന്ത്രിയുമൊക്കെ സ്വീകരിച്ച നിലപാടുകൾ അതിനോട് ചേർത്ത് വെച്ച് വേണം നാം ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ കേരളത്തിൻ്റെ ഗവർണർ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഈ പറയുന്ന സിംബൽ ആചരിക്കുകയോ സ്വീകരിക്കുകയോ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ അതിനെ പരിപാലിക്കുന്നതിലോ അതിൽ ഏതെങ്കിലും തരത്തിൽ അതിനെ സ്വീകരിക്കുന്നതിലോ ഒന്നും രാജ്യത്ത് ആർക്കും വിയോജിപ്പില്ല. അതൊക്കെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ രാജ്ഭവൻ, രാഷ്ട്രപതി ഭവൻ, സെക്രട്ടേറിയറ്റ്, പാർലമെൻറ്റ് തുടങ്ങിയ സ്ഥാപനങ്ങൾ ഭരണഘടനാദത്തമായ സ്ഥാപനങ്ങളാണ്. അവിടെ ചുമതലയേൽക്കുന്ന വ്യക്തികൾ അവരുടെ രാഷ്ട്രീയ വിശ്വാസങ്ങളും അവരുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളും അവർ സ്വീകരിക്കുന്ന വിശ്വാസ സംഹിതകളും ഔപചാരികമാക്കാൻ ശ്രമിക്കുമ്പോഴാണ് വളരെ ഗുരുതരമായ പ്രശ്നങ്ങളായി അത് മാറുന്നത്. RSSൻ്റെ കൊടി ചേർത്ത് വയ്ക്കുന്ന ഒരു വനിതയുടെ ചിത്രം രാജ്യത്തെ എല്ലാവരും സ്വീകരിക്കണമെന്നും സംസ്ഥാനത്തെല്ലാവരും സ്വീകരിക്കണമെന്നും അതിനു മുന്നിൽ പ്രാർത്ഥനാ നിർഭരമായി പെരുമാറണമെന്നും ഒരു ഭരണഘടനാ സ്ഥാപനമായിട്ടുള്ള ഗവർണറും അദ്ദേഹത്തിൻ്റെ ഓഫീസും വാശി പിടിക്കാൻ പാടില്ല. അതിനെ ഔപചാരികമാക്കാൻ പാടില്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വവസതിയിൽ, വ്യക്തിപരമായ അദ്ദേഹത്തിൻ്റെ വസതിയിൽ അദ്ദേഹത്തിന് സൂക്ഷിക്കാം. രാജ്ഭവൻ ഒരു പൊതുസ്ഥാപനമാണ്. അതുകൊണ്ടാണ് കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള 2 മന്ത്രിമാർ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞത്. പിന്നെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞാൽ അവരെയൊക്കെ തടയുമെന്നും അവരെയൊക്കെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെടുമെന്നും സംഘപരിവാർ സംഘടനകൾ ഭീഷണി മുഴക്കുന്നത് ജനാധിപത്യത്തിന് ഒട്ടും യോജിക്കാനാവുന്ന കാര്യവുമല്ല. ശരി.